പ്രിയമുള്ളവരെ, ക്ഷേത്ര ഐതിഹ്യങ്ങളിൽ ഇന്ന് പറയുന്നത് പ്രാചീന കാലം മുതൽ പ്രശസ്തിയിൽ നിൽക്കുന്ന കന്യാകുമാരിയിലെ ദേവി കന്യാകുമാരിയുടെ ഐതിഹ്യ കഥയാണ്. ക്ഷേത്രത്തിലെ ഉൾഭാഗത്ത് ചിത്രീകരണം അനുവദിച്ചിട്ടില്ലാത്തതിനാൽ അനുവദിക്കപ്പെട്ടിട്ടുള്ള ഭാഗത്തെ ചിത്രങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 3 പുണ്യ ജലാശയങ്ങളുടെ സംഗമസ്ഥാനമാണ് കന്യാകുമാരി. അറബിക്കടൽ, ഇന്ത്യൻ മഹാസമുദ്രം, ബംഗാൾ ഉൾക്കടൽ എന്നിവ ഇവിടെ സംഗമിക്കുന്നു. സൂര്യൻ ഉദിക്കുന്നത് മുതൽ ആകാശത്തിലൂടെ സഞ്ചരിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നതുവരെ ഇവിടെ കാണാൻ കഴിയും. ആയിരക്കണക്കിന് വർഷമായി ഇന്ത്യയുടെ തെക്കേയറ്റത്തുള്ള തീർത്ഥാടന സംഗമമാണ് കന്യാകുമാരി. എല്ലാ പാപങ്ങളും ഇവിടെ കഴുകിക്കളയുന്നു എന്ന വിശ്വാസമാണുള്ളത്. ആ വിശ്വാസത്തിന് പിന്നിലുള്ള ഐതിഹ്യകഥ ശിവൻ, പാർവതി, ബാണാസുരൻ എന്നിവരെ ബന്ധപ്പെടുത്തിയുള്ളതാണ്. ദേവാസുര യുദ്ധത്തിൽ 3 ലോകങ്ങളുടെയും ആധിപത്യം അസുരന്മാർക്ക് കൈവന്നു. അവരുടെ നേതാവായ ബാണാസുരൻ ആധിപത്യം കൈയടക്കി. വരബലത്താലാണ് അസുരൻ ഇത് സാധ്യമാക്കിയത്. കന്യകയായ ഒരു പെൺകുട്ടിക്ക് മാത്രമേ തന്നെ കൊല്ലാൻ കഴിയാവൂ എന്നതായിരുന്നു ആ വരം. വരബലത്താൽ ബാണൻ ദേവന്മാരെ സ്വർഗത്തിൽ നിന്നും ഓടിച്ചു. സാധുക്കളായ സന്യാസികളെ പീഡിപ്പിച്ചു. അസുരന്മാരുടെ ഉപദ്രവം സഹിക്കുന്നതിനും അപ്പുറമായിരുന്നു. ഇവരെ കൊണ്ട് പൊറുതിമുട്ടിയ ഭൂമിദേവി മഹാവിഷ്ണുവിനെ ശരണം പ്രാപിച്ചു. പരാശക്തിക്ക് മാത്രമേ ഇതിനൊരു പരിഹാരം കാണാൻ സാധിക്കൂ എന്ന് മഹാവിഷ്ണു അറിയിച്ചപ്പോൾ ദേവന്മാർ പരാശക്തി പൂജയ്ക്കായി ഒരു യജ്ഞം ചെയ്തു. ആദി പരാശക്തി ഒരു ബാലികയുടെ രൂപത്തിൽ യജ്ഞകുണ്ഡത്തിൽ പ്രത്യക്ഷപ്പെട്ടു. ദേവന്മാരുടെ ആവലാതി കേട്ട ശേഷം ബാലിക പറഞ്ഞു, സമയമാകുമ്പോൾ ഞാൻ ബാണാസുര നിഗ്രഹം നടത്താം എന്ന് അരുളി ചെയ്ത് മറഞ്ഞു. ആ ബാലിക ഭാരതത്തിന്റെ തെക്കേ അറ്റത്തേക്കാണ് പോയത്. പാർവതിയുടെ അംശാവതാരമായ ബാലിക ആ ഭാഗത്തുള്ള പാറയിൽ ശിവന്റെ സമാഗമത്തിനായി പൂജയും ധ്യാനവുമായി കഴിച്ചുകൂട്ടി. കാലം കഴിയവേ ആ ബാലിക ഒരു യുവതിയായി മാറി. അന്നത്തെ ശുചീന്ദ്രത്തിന് കുടികൊണ്ടിരുന്ന ശിവൻ യുവതിയായ ദേവിയിൽ ആകൃഷ്ടനായി. ശുചീന്ദ്രത്ത് കുടികൊള്ളുന്ന ശിവനെ സ്വീകരിക്കാൻ ദേവിയും തയ്യാറായിരുന്നു. അങ്ങനെ സമാഗമം ഭംഗിയാക്കാൻ വിവാഹ ഒരുക്കങ്ങൾ നടന്നു. ബാണാസുര നിഗ്രഹമാണ് കന്യകയായ കുമാരിയിൽ നിക്ഷിപ്തമായിരിക്കുന്ന ധർമ്മമെന്ന് ദേവകൾക്കറിയാമായിരുന്നു. വിവാഹം നടന്നാൽ കുമാരി കന്യകയല്ലാതാവും. ബാണനെ നിഗ്രഹിക്കാനും കഴിയില്ല. ദേവന്മാർ ധർമ്മസങ്കടത്തിലായപ്പോൾ നാരദൻ ഒരു പോംവഴി കണ്ടുപിടിച്ചു. വിവാഹം നടത്താതിരിക്കുക എന്നതായിരുന്നു ഉദ്ദേശം. ബാണൻ ദേവിയെ ആഗ്രഹിക്കുന്നുവെന്നും ശിവനേക്കാൾ യോഗ്യൻ ബാണനാണെന്നും നാരദൻ ദേവിയെ അറിയിച്ചു. അങ്ങനെയല്ല എന്ന് തെളിയിക്കേണ്ടതിന്റെ ഉത്തരവാദിത്വം ശിവനുമുണ്ട്. അതിനാൽ അസാധ്യമായ ചില നിബന്ധനകൾ നാരദൻ ദേവിയോട് പറഞ്ഞു. ഇതു സാധിച്ചാൽ ബാണനേക്കാൾ യോഗ്യനാകും ശിവനെന്ന്. നാരദൻ ദേവിയോട് പറഞ്ഞ വ്യവസ്ഥകൾ ഇപ്രകാരമാണ്. വിവാഹത്തിന് മുന്നോടിയായി കണ്ണില്ലാത്ത തേങ്ങ കൊണ്ടുവരിക, കുറ്റി സന്ധികളില്ലാത്ത
കരിമ്പ് കൊണ്ടുവരിക, അതുപോലെ തന്നെ ഞരമ്പുകളില്ലാത്ത വെറ്റില സംഘടിപ്പിക്കുക. എന്നാൽ ശിവന് ഈ വ്യവസ്ഥകൾ നിസ്സാരമായിരുന്നു. അനായാസം ഈ വക 3 കാര്യങ്ങളും ചെയ്ത ശിവനെ സ്വീകരിക്കാൻ ദേവി തയ്യാറായി. വിവാഹം നിശ്ചയിച്ചു. ബ്രാഹ്മമുഹൂർത്തമാണ് വിവാഹത്തിനായി സമയം കുറിച്ചത്. ദേവകൾക്ക് ആധിയായി. വളരെ ചിന്തിച്ച് നാരദൻ അതിനുള്ള പോംവഴി മനസ്സിൽ കുറിച്ചുവെച്ചു. വിവാഹ ദിവസം ശിവൻ ശുചീന്ദ്രത്തിൽ നിന്നും കന്യാകുമാരിയിലേക്കുള്ള യാത്ര ആരംഭിച്ചു. സമയം അർദ്ധരാത്രി. അദ്ദേഹം വഴുക്കുംപാറയിൽ എത്തിയപ്പോൾ ഒരു ഉയർന്ന സ്ഥലത്ത് ഒരു പൂവൻ കോഴിയുടെ രൂപമെടുത്ത് നാരദൻ ഉച്ചത്തിൽ കൂവി. കോഴിയുടെ കൂവൽ കേട്ട് ശിവൻ നിരാശനായി. വിവാഹ സമയം കഴിഞ്ഞു എന്നറിഞ്ഞ ശിവൻ യാത്ര അവസാനിപ്പിച്ച് ശുചീന്ദ്രത്തേക്ക് മടങ്ങി. വിവാഹത്തിന് ശിവൻ എത്താത്തതിൽ നിരാശയും കോപവും വന്ന ദേവി കല്യാണ ഒരുക്കത്തിന് ഉണ്ടായിരുന്ന സാധനങ്ങളെല്ലാം കടലിലേക്ക് വലിച്ചെറിഞ്ഞു. ദേവിയുടെ ഹൃദയം തകർന്നു. പക്ഷേ തൻ്റെ മനസ്സെന്നും ശിവന് അർപ്പിതമാണെന്ന ചിന്തയോടെ ദേവി ധ്യാനം തുടർന്നു. എന്നെങ്കിലും തന്നോട് ചേരുമെന്ന വിശ്വാസമായിരുന്നു അത്. ദേവി കടലിൽ വലിച്ചെറിഞ്ഞ സാധനങ്ങൾ വിവിധ നിറത്തിലുള്ള മണൽത്തരികളായി മാറി കടൽ തീരത്ത് അടിഞ്ഞു. നാരദൻ വെറുതെ ഇരുന്നില്ല. ദേവിയുടെ അവതാര ഉദ്ദേശം പൂർത്തിയാക്കുക എന്നതായിരുന്നു ലക്ഷ്യം. ബാണാസുരന്റെ രാജധാനിയിൽ ചെന്ന് ബാണനോട് ദേവിയുടെ രൂപലാവണ്യത്തെക്കുറിച്ച് പറഞ്ഞ് ബാണനെ ഭ്രമിപ്പിച്ച് ദേവിയുടെ അടുത്തേക്ക് ഒറ്റയ്ക്ക് പറഞ്ഞയച്ചു. ദേവിയുടെ അടുത്തു വന്ന് തൻ്റെ പട്ടമഹിഷിയാകാൻ ബാണൻ അഭ്യർത്ഥിച്ചു. ദേവി അത് നിരസിച്ചു. ബലാത്കാരേണ ദേവിയെ കടന്നുപിടിക്കാൻ ബാണൻ തയ്യാറായി. പിന്നീട് ഘോരയുദ്ധമാണ് ബാണനും ദേവിയും തമ്മിൽ നടന്നത്. നിരായുധനായ ബാണന് തൻ്റെ അവസാനം അടുത്തു എന്ന് മനസ്സിലായപ്പോൾ പശ്ചാത്താപമുണ്ടായി. തൻ്റെ പാപങ്ങളെ അകറ്റണമേ എന്ന് ബാണൻ തൊഴുതുകൊണ്ടു പറഞ്ഞു. സംഹാര രുദ്രയായി നിന്ന ദേവി തൻ്റെ ചക്രായുധം അയച്ച് ബാണന്റെ ശിരസ്സറുത്തു. കോപം അടങ്ങിയ ദേവി ബാണന്റെ ആത്മാവിനോട് പറഞ്ഞു, ത്രിവേണി സംഗമത്തിലെ ജലത്തിൽ മുങ്ങിക്കുളിച്ചാൽ നിന്റെ സർവപാപവും തീരുമെന്ന്. ബാണന്റെ വധത്തിനുശേഷം ദേവി സമുദ്രത്തിലെ പാറയിലേക്ക് പോയി. ശിവധ്യാനം തുടർന്നു. ഈ വസ്തുത കൊണ്ടാണ് ത്രിവേണി സംഗമം പാപനാശിനിയെന്ന് അറിയപ്പെടുന്നത്. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ പരശുരാമൻ കന്യാകുമാരിയിലെത്തുകയും ദേവിയുടെ ചൈതന്യം തിരിച്ചറിഞ്ഞ് ദേവിയെ അവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. കിഴക്കോട്ട് ദർശനമായിരിക്കുന്ന ദേവിയുടെ വജ്രമൂക്കൂത്തിയിൽ നിന്നും പുറപ്പെടുന്ന പ്രകാശം കടലിൽ ദിക്കറിയാതെ അകപ്പെടുന്നവരെ കരയിലെത്തിക്കാൻ സഹായിച്ചിട്ടുണ്ടെന്ന് പഴമക്കാർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. പരദേശിയായ ഒരു സമുദ്രസഞ്ചാരിയും ഇത് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. കിഴക്കോട്ടുള്ള വാതിൽ വർഷത്തിൽ 5 പ്രാവശ്യം മാത്രമേ തുറക്കുകയുള്ളൂ. പടിഞ്ഞാറോട്ടുള്ള വാതിൽ അടഞ്ഞു തന്നെ കിടക്കുന്നു. കന്യാകുമാരിയിലെ ഉദയാസ്തമയങ്ങൾ ഏറെ ആകർഷകമാണ്. സൂര്യന്റെ ഉത്തരായന ദക്ഷിണായന യാത്രകൾ വിവിധ സ്ഥാനങ്ങളിലാണ് സൂര്യൻ ഉദിക്കാറ് ഉള്ളത്. വിവേകാനന്ദ പാറയിൽ സൂര്യ കലണ്ടറിൽ അത് രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. നൂറുകണക്കിന് ആളുകൾ അരുണോദയം കാണാൻ വിവിധ സ്ഥലങ്ങളിൽ ഇടം പിടിക്കുന്നത് കൗതുകം നിറഞ്ഞ കാഴ്ചയാണ്.
ഒരു ചിത്രകാരനും വരച്ചു പ്രതിഫലിപ്പിക്കാൻ കഴിയാത്തത്ര ദൃശ്യവശ്യചാരുതയാണ് സമുദ്രത്തിലും ആകാശത്തുമായി തെളിഞ്ഞു കാണുന്നത്. അകലെയായി തെളിഞ്ഞു കാണുന്ന കുരിശിന് അപ്പുറം കാറ്റാടി യന്ത്രങ്ങൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. എട്ട് മണിക്ക് തന്നെ വിവേകാനന്ദ പാറയിലേക്കുള്ള ബോട്ട് സർവീസ് ആരംഭിക്കും. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയവരുടെ നീണ്ട നിര തന്നെ പ്രധാന കവാടത്തിനും അപ്പുറം റോഡിൽ കവിഞ്ഞു കാണാൻ കഴിഞ്ഞു. ഒരാളിന്റെ ടിക്കറ്റ് നിരക്ക് 75 രൂപയാണ്. വിനോദസഞ്ചാരത്തെയും ഭക്തിയെയും എങ്ങനെ മാർക്കറ്റ് ചെയ്യാമെന്ന് ഗവേഷണം നടത്തിയവരാണ് തമിഴ്നാട്ടിലെ വിവിധ ക്ഷേത്രങ്ങളും തീർത്ഥാടന കേന്ദ്രങ്ങളുമെന്നും തെളിയിക്കുന്ന തരത്തിലാണ് ഇവിടെയും ടിക്കറ്റ് നിരക്ക് പ്രദർശിപ്പിച്ചിട്ടുള്ളത്. സ്പെഷ്യൽ ടിക്കറ്റിന് 300 രൂപ, സാധാരണ ടിക്കറ്റിന്റെ 4 ഇരട്ടി തുക. ജനബാഹുല്യം കാരണം ഞാൻ സ്പെഷ്യൽ ടിക്കറ്റ് എടുത്ത് ബോട്ടിൽ കയറി. ലൈഫ് ജാക്കറ്റ് എല്ലാവർക്കും ഉണ്ടെന്ന് പറയുന്നെങ്കിലും പലരും അത് അവഗണിക്കുന്നതാണ് കണ്ടത്. പേരിന് മാത്രമുള്ള ജാക്കറ്റ്. പലപ്പോഴും പരിധിയിൽ കവിഞ്ഞ ആളുകളെ അവർ കയറ്റിക്കൊണ്ടുപോകുന്നുണ്ട്.
വിവേകാനന്ദ പാറയിൽ ബോട്ട് അടുപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ മണ്ഡപങ്ങളിൽ പ്രവേശിക്കണമെങ്കിൽ എല്ലാവരും 30 രൂപയുടെ മറ്റൊരു ടിക്കറ്റ് എടുക്കണം. അത് കഴിഞ്ഞ് കൽപ്പടവ് കയറി ചെന്നാൽ 2 മണ്ഡപങ്ങൾ കാണാം. ആദ്യത്തേത് ശ്രീപാദ മണ്ഡപം ആണ്. ചോള കാലഘട്ടത്തിലെ രീതി അനുസരിച്ചാണ് ശ്രീപാദ മണ്ഡപം നിർമ്മിച്ചിട്ടുള്ളത്. ഇതിന് 3 പ്രകാരമാണുള്ളത്. തറനിരപ്പിൽ നിന്ന് ഏകതാള വിധാന രീതിയിലും ശില്പശാസ്ത്രത്തിലെ ആയതി പ്രമാണ ലക്ഷണപ്രകാരമുള്ള ഗർഭഗൃഹവും മോടിയോടെ നിൽക്കുന്നു. അകത്തെ പ്രകാരം ചുറ്റുമതിലാൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അവിടെയാണ് ദേവി ഒറ്റക്കാലിൽ പാദമൂന്നി ധ്യാനിച്ചതെന്ന് പറയുന്ന പാദമുദ്രകളുള്ളത്. 28 കൽത്തൂണുകളിൽ ഉള്ള ചിത്രസ്തംഭമാണ് രണ്ടാമത്തെ പ്രകാരം. മച്ചിനെ താങ്ങി നിർത്തിയിരിക്കുന്നത് ഈ പില്ലറുകളാണ്. പുറത്തെ പ്രകാരം ഒരു തുറന്ന സ്ഥലമാണ്. മണ്ഡപത്തിന് മുകളിൽ ത്രികോണാകൃതിയിൽ കുങ്കുമ നിറത്തിലുള്ള കൊടിയിൽ പ്രണവമന്ത്രമായ ഓംകാരം ആലേഖനം ചെയ്തിരിക്കുന്നു. പ്രണവത്തിന്റെ അകമ്പടിയിൽ സൂര്യൻ ഉദിക്കുമ്പോൾ കൊടി ഉയർത്തുകയും സൂര്യാസ്തമയമാകുമ്പോൾ കൊടി താഴ്ത്തുകയും ചെയ്യുന്നു. ശ്രീപാദ മണ്ഡപത്തിൽ നിന്ന് പുറത്തിറങ്ങിയാൽ തലയെടുപ്പോടെ നിൽക്കുന്ന മുഖമണ്ഡപമാണ് വിവേകാനന്ദ മണ്ഡപം. തലയെടുപ്പോടെ നിൽക്കുന്ന ഒരു ആനയുടെ പ്രതീതിയാണ് മുഖമണ്ഡപത്തിന്. ചതുരാകൃതിയിലുള്ള ശിഖരത്തിന് ആയവിസ്താര ശിഖരം എന്നാണ് പറയുന്നത്. മച്ചിലെ ചിത്രപ്പണികൾ പല്ലവ കാലഘട്ടത്തെ അനുസ്മരിപ്പിക്കുന്നതാണ്. ഇവിടെ ചിത്രീകരണം അനുവദിച്ചിട്ടില്ലാത്തതിനാൽ പുറം കാഴ്ചകൾ കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. താഴ്ന്ന ഭാഗമായ പ്രസ്താരം അജന്ത രീതിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. അതിനു താഴെയുള്ള 6 തൂണുകൾ അജന്ത ശൈലിയിലാണ് ഒരുക്കിയിട്ടുള്ളത്. മച്ചിന്റെ മധ്യത്തിൽ മനോഹരമായ ഒരു താമര ആലേഖനം ചെയ്തിട്ടുണ്ട്. മണ്ഡപത്തിൽ വിവേകാനന്ദ സ്വാമികളുടെ വെങ്കല പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട്. മുഖമണ്ഡപത്തിന്റെ പിറകിൽ ഗജപൂർണ കുംഭം കൊത്തിവെച്ചിട്ടുണ്ട്. ചോള നിർമ്മാണ രീതിയെ അനുസ്മരിപ്പിക്കുന്ന ശൈലിയിലാണ് സഭാമണ്ഡപം നീല ഗ്രാനൈറ്റിൽ നിർമ്മിച്ചിട്ടുള്ളത്. പ്രതിമ മണ്ഡപത്തിൽ 4 ചിത്രകാന്ത സ്തംഭങ്ങളും 8 ചിത്രസ്തംഭങ്ങളും ഉണ്ട്. ഈ തൂണുകളിലെ ചിത്രപ്പണികൾ പല്ലവകാലത്തെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിലാണ് ചെയ്തിട്ടുള്ളത്. തൂത്തുക്കുടി, മധുര എന്നിവിടങ്ങളിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ചുവന്ന ഗ്രാനൈറ്റ് കൊണ്ടാണ് തറ ഭംഗിയായിട്ട് ആക്കിയിട്ടുള്ളത്. ശ്രീരാമകൃഷ്ണ പരമഹംസന്റെയും ശാരദാദേവിയുടെയും ചിത്രങ്ങളും ഈ സഭാമണ്ഡലത്തിൽ ഉണ്ട്. ഈ ചിത്രം വരച്ചിട്ടുള്ളത് BM പണ്ഡിറ്റ് എന്ന മുംബൈക്കാരനാണ്. NL സോനാ വഡേക്കർ നിർമ്മിച്ച സ്വാമി വിവേകാനന്ദന്റെ വെങ്കല പ്രതിമയുടെ നോട്ടം ശ്രീപാദ മണ്ഡപത്തിൽ എത്തുന്ന വിധമാണ് ക്രമപ്പെടുത്തിയിട്ടുള്ളത്. മുഖമണ്ഡപത്തിന്റെ തെക്കു പടിഞ്ഞാറാണ് ധ്യാനമണ്ഡപം. പ്രണവ പീഠത്തിൽ ഓം എന്ന് ആലേഖനം ചെയ്തിരിക്കുന്നു. മിറർ ഗ്ലാസിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. മധുരയിലെ വഞ്ചി നഗരത്തിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ചുവന്ന ഗ്രാനൈറ്റ് കൊണ്ട് ഇവിടെയും പാകിയിട്ടുണ്ട്. വിവേകാനന്ദ പാറയിൽ 2
മഴവെള്ള സംഭരണികളും നിർമ്മിച്ചിട്ടുണ്ട്. ആദ്യ പരാശക്തി തപസ് ചെയ്തിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഈ പാറ കരയിൽ നിന്ന് 500 മീറ്റർ മാറിയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ച സ്വാമി വിവേകാനന്ദൻ ധ്യാനത്തിനായി കടൽ നീന്തിക്കടന്നു എന്നതാണ് സത്യം. കടത്തുകൂലി കൊടുക്കാൻ പണമില്ലാത്തതിനാലാണ് സാഹസികമായി അദ്ദേഹത്തിന് കടൽ നീന്തേണ്ടി വന്നത്. 1892 ഡിസംബർ 25, 26, 27 തീയതികളിൽ രാവും പകലും അദ്ദേഹം അവിടെ ധ്യാനിച്ചു. അതിനുശേഷമാണ് ലോകത്തിന്റെ പല ഭാഗത്തും നടന്ന സർവമത സമ്മേളനങ്ങളിൽ പങ്കെടുക്കാൻ അദ്ദേഹം പോയത്. പാശ്ചാത്യ രാജ്യങ്ങൾ ആത്മീയ പാപ്പരത്വത്തിലും ഇന്ത്യ ഭൗതിക പാപ്പരത്വത്തിലും വലയുകയാണെന്ന് സ്വാമി വിവേകാനന്ദൻ മനസ്സിലാക്കി. പാശ്ചാത്യരുടെ ശാസ്ത്രീയവും സാങ്കേതികവുമായുള്ള അറിവ് ഇന്ത്യയുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണെന്നും ഋഷിമാരുടെ ജ്ഞാനം പാശ്ചാത്യരുടെ പ്രശ്നങ്ങൾക്കുള്ള ഉത്തരമാണെന്നും അദ്ദേഹം വിശ്വസിച്ചു. അമേരിക്കയിലേക്ക് പോകുമ്പോൾ ലോകത്തെ മുഴുവൻ സഹായിക്കണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം. അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം ഒരു മണ്ഡപം സ്ഥാപിക്കാനുള്ള സമിതിയിലെ പ്രസിഡന്റ് മന്നത്ത് പത്മനാഭനും സെക്രട്ടറി ശ്രീ ഏകനാഥ റാണഡെയും ആയിരുന്നു. 1962 സ്മാരകം ഉണ്ടാക്കണമെന്ന ആഗ്രഹം ഉണ്ടായത്. ഇതേ ആഗ്രഹം മദ്രാസിലെ രാമകൃഷ്ണ മിഷനും ഉണ്ടായിരുന്നു. എന്നാൽ ആദ്യം പ്രദേശവാസികളായ മുക്കുവരുടെ എതിർപ്പിനെ നേരിടേണ്ടി വന്നു. അവർ പാറയിൽ ഒരു കുരിശടി സ്ഥാപിച്ച് അവകാശം പറഞ്ഞു. തുടർന്ന് സംഘർഷമുണ്ടായി. പ്രശ്നം കോടതിയിലെത്തി. പാറ വിവേകാനന്ദ പാറയാണെന്നും കുരിശു നാട്ടിയത് കടന്നുകയറ്റമാണെന്നും കോടതി വിധിച്ചു. പ്രദേശത്ത് സംഘർഷമുണ്ടായപ്പോൾ വിവേകാനന്ദ പാറ നിരോധിത മേഖലയാക്കി. പാറയിൽ നിർമ്മിതി പാടില്ലെന്ന് സർക്കാർ ഉത്തരവിറക്കിയെങ്കിലും വിവേകാനന്ദ സ്മാരകമായി ഒരു ശില പാറയിൽ സ്ഥാപിക്കാനേ നിർവാഹമുള്ളൂ എന്നും അന്നത്തെ തമിഴ്നാട് മുഖ്യമന്ത്രി ഭക്തവത്സലം അഭിപ്രായപ്പെട്ടു. തുടർന്ന് കന്യാകുമാരി സ്മാരക കമ്മിറ്റി ദേശീയ തലത്തിലുള്ള നേതാക്കളുടെ പിന്തുണ തേടുകയും ഗുരുജി ഗോൾവാൾക്കറുടെ നിർദ്ദേശപ്രകാരം RSS നേതാവ് ശ്രീ ഏകനാഥ് റാണഡെയുടെ നിരന്തര പരിശ്രമത്തിന്റെ ഫലമായി ഇന്നു കാണുന്ന സ്മാരകം പടുത്തുയർത്തി. 1970 സെപ്റ്റംബർ 2 രാമകൃഷ്ണ മിഷൻ പ്രസിഡന്റ് സ്വാമി വിശ്വേശ്വരാനന്ദയുടെ കാർമ്മികത്വത്തിൽ അന്നത്തെ പ്രസിഡന്റ് ആയിരുന്ന BV ഗിരി സ്വാമി വിവേകാനന്ദൻ 1873 നടത്തിയ ചരിത്രപ്രസിദ്ധമായ പ്രസംഗത്തിന്റെ 77ാം വാർഷികത്തിൽ വിവേകാനന്ദ മണ്ഡപം നാടിന് സമർപ്പിച്ചു. വിവേകാനന്ദ പാറയോട് ചേർന്ന് കാണുന്ന ദീർഘകായ പ്രതിമ തമിഴ് കവിയായ തിരുവള്ളുവരുടേതാണ്. 133 അടിയാണ് തറനിരപ്പിൽ നിന്നുള്ള ഉയരം. പീഠത്തിന് 38 അടിയും പ്രതിമയ്ക്ക് 95 അടിയുമാണ് ഉയരം. ചുറ്റുമുള്ള തിരമാലകൾ അദ്ദേഹത്തിന്റെ കവിതകളിലെ വാക്കുകളെ ഓർമ്മിപ്പിക്കുന്നു. ഉയർന്നതും താഴ്ന്നതുമായ വേലിയേറ്റങ്ങൾ, വൈവിധ്യമാർന്ന വികാരങ്ങൾ നിറഞ്ഞതാണ്. വളരെ അഗാധവും മനോഹരവുമാണ്. കന്യാകുമാരിയിലെ തിരുവള്ളുവരുടെ പ്രതിമ വെറുമൊരു കലാസൃഷ്ടി മാത്രമല്ല, തലമുറകളുടെ മാസ്റ്റർ പീസ് കൂടിയാണ്. തിരുക്കുറളിന്റെ കർത്താവാണ് തിരുവള്ളുവർ. 2000 ജനുവരി 1 അന്നത്തെ തമിഴ്നാട് മുഖ്യമന്ത്രി ശ്രീ M കരുണാനിധിയാണ് പ്രതിമ അനാച്ഛാദനം ചെയ്തത്. ക്ഷേത്രത്തിന്റെ തെക്ക് കിഴക്കേ മൂലയിൽ പരശുരാമനാൽ പ്രതിഷ്ഠിതമായ ഒരു ഗണപതി ക്ഷേത്രമുണ്ട്. അതിനോട് ചേർന്ന് ഒരു നിർമ്മിതി നിലനിൽക്കുന്നു. അത് മായമ്മ മായിദേവി എന്നറിയപ്പെടുന്ന ഒരു അവധൂതയുടേതാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ആസാമിലെ കാമാഖ്യ ക്ഷേത്രത്തിൽ പരാശക്തിയായി അവതരിക്കുകയും മനുഷ്യരൂപത്തിൽ കന്യാകുമാരിയിൽ മായമ്മയായി എത്തിയെന്നുമാണ് പറയപ്പെടുന്നത്.
ആത്മാക്കളെയും ദൈവിക അവതാരങ്ങളെയും നാം നമ്മുടെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. ഇവരിൽ ചിലരാകട്ടെ തപസ്സോടെ ലളിത ജീവിതം നയിക്കുകയും വിനയത്തോടെ മനുഷ്യരാശിയെ സേവിക്കുകയും ചെയ്യുന്നു. ഭക്തരുടെ ചെലവിൽ ലൗകിക മോഹങ്ങളും സുഖഭോഗങ്ങളും നിറഞ്ഞ ആഡംബര ജീവിതം നയിക്കുകയും ചെയ്യുന്നവരുമുണ്ട്. ഇവരുടെ ഇടയിൽ ഇതൊന്നുമില്ലാതെ തപസ്സുള്ള ജീവിതം നയിക്കുന്ന ഒരു ദൈവിക അവതാരത്തെ സ്ത്രീയായി കണ്ടെത്തുന്നത് വിരളമായിരിക്കും. അത്തരത്തിലുള്ള ഒരു ദിവ്യ മാതാവാണ് മായമ്മ അഥവാ മായി. ഇവർ കന്യാകുമാരിയിൽ എപ്പോൾ എത്തിയെന്ന് വ്യക്തമല്ല. കീറിയ വസ്ത്രം ധരിച്ച് കാഴ്ചയിൽ വൃത്തികെട്ടവളായി കന്യാകുമാരി കടൽത്തീരത്ത് അലഞ്ഞുതിരിഞ്ഞ് കണ്ടതിനാൽ അവർ അവധൂതയോ ദൈവിക അവതാരമെന്നോ ആർക്കും ആദ്യം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. വെയിലോ മഴയോ വകവയ്ക്കാതെ അവർ നായ്ക്കൂട്ടങ്ങൾക്കൊപ്പമാണ് കഴിഞ്ഞിരുന്നത്. നായ്ക്കൂട്ടം കാലഭൈരവന്റെ പ്രതീകങ്ങളാണല്ലോ. ചിലർ കൊടുക്കുന്ന ഭക്ഷണം അവർ സ്വീകരിക്കുകയും നായ്ക്കൾക്കൊപ്പം പങ്കുവെച്ച് കഴിക്കുകയും ചെയ്തിരുന്നു. ദിവസങ്ങളോളം ഭക്ഷണം കഴിച്ചില്ലെങ്കിലും അവർക്ക് യാതൊരു ക്ഷീണവും തോന്നിയിരുന്നില്ലെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. കടൽ തീരത്തെ പാറമുകളിലോ കടലിനുള്ളിലെ പാറമുകളിലോ ഇരിക്കുന്നത് പലരും കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ കടൽ തീരത്ത് തീ കൂട്ടി ധ്യാനിക്കുന്നതും കാണാം. തീ കത്തിക്കാൻ തീപ്പെട്ടി ഉപയോഗിക്കുന്നത് ആരും കണ്ടിട്ടില്ല. യജ്ഞാചാര്യന്മാർ യജ്ഞത്തിനുള്ള തീ കത്തിക്കുന്നതിന് സമാനമായിരുന്നു ഈ പ്രവൃത്തി. പിന്നീട് പല ദിവ്യപ്രവൃത്തികൾക്കും നാട്ടുകാർ സാക്ഷികളായിട്ടുണ്ട്. കടലിൽ അകപ്പെടുന്ന മുക്കുവർക്ക് അവർ രക്ഷകയായി ചെന്നിട്ടുണ്ട്. മീറ്ററുകളോളം ഉള്ളിൽ കടലിൽ അവരെ മത്സ്യത്തൊഴിലാളികൾ കണ്ടിട്ടുണ്ട്. ഇത്തരം പ്രവൃത്തികളിലൂടെയാണ് മായമ്മ ദിവ്യമാതാവായി മാറിയത്. ഒരു പ്രത്യേകതരം ശബ്ദവും ആംഗ്യവുമല്ലാതെ അവർ ആരോടും ഒന്നും സംസാരിച്ചിരുന്നില്ല എന്നും പറയപ്പെടുന്നു. ഒരിക്കൽ അവരെ കന്യാകുമാരിയിൽ നിന്നും കാണാതായി. പിന്നീട് അവർ സേലത്തുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു. അവിടെയാണ് മായമ്മ സമാധി പ്രാപിച്ചത്. ഏകദേശം 300 വർഷം വരെ അവർ ജീവിച്ചിരുന്നുവെന്നും പറയപ്പെടുന്നു. കന്യാകുമാരി മുനമ്പിലെ മറ്റൊരു ആകർഷകമാണ് ഗാന്ധി മെമ്മോറിയൽ മണ്ഡപം. 1948 ഗാന്ധിജിയുടെ മരണത്തെ തുടർന്ന് ചിതാഭസ്മം 12 കലശങ്ങളിലാക്കി വ്യത്യസ്ത ഇടങ്ങളിൽ നിർമ്മജ്ജനം ചെയ്യുകയുണ്ടായി. അതിലൊന്ന് കന്യാകുമാരിയിൽ ആയിരുന്നു. ആ ചിതാഭസ്മ കലശം സൂക്ഷിച്ചിരുന്നിടത്തു തന്നെയാണ് ഗാന്ധി സ്മാരക മണ്ഡപം സ്ഥിതി ചെയ്യുന്നത്. വ്യത്യസ്തങ്ങളായ പലതും കാണാനും മനസ്സിലാക്കാനും കന്യാകുമാരിയിൽ അവശേഷിക്കുന്നു. എങ്കിലും തൽക്കാലം ഈ വീഡിയോ ഇവിടം കൊണ്ട് നിർത്തുന്നു.